മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ വിദേശയാത്രകൾ അന്വേഷിക്കണമെന്ന് പി.സി. ജോർജ്. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളും ഇ.ഡി. അന്വേഷിക്കണം. മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയ തൊട്ടടുത്ത ആഴ്ചകളിലോ അതിനു മുമ്പോ വീണയും ആ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഫാരിസ് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ വൻ സാമ്പത്തിക റാക്കറ്റ് ഉണ്ട് എന്നും മുഖ്യമന്ത്രിയുടെ ബിനാമിയാണ് ഫാരിസ് അബൂബക്കർ എന്നും പി.സി. ജോർജ് പറഞ്ഞു. ഇ.ഡി. അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോന്നു. 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നേരെ അമേരിക്കയിൽ അറേബ്യൻ രാജ്യത്തേക്ക് പിണറായി വിജയൻ പോന്നു. ഒരാഴ്ച മുമ്പേ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും യു.എയിലേക്ക് മുഖ്യമന്ത്രി ഒരുമിച്ചല്ല പോക്ക്. അതുപോലെ ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പോ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക റാക്കറ്റാണ്. ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക ഒരു കൊള്ളസംഘമാണ്. അതിൻ്റെ പങ്കാളികളായി മുഖ്യമന്ത്രിയും മകളും, ആ ഭാര്യയെപ്പറ്റി എനിക്ക് സാധനമുണ്ട്, അവരൊക്കെ അറിയുന്നുള്ളത്, അവർ പങ്കാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഭാര്യയല്ലേ, ഇത് പറയുന്നവരെല്ലാം ഉടനെ പിടിച്ചിട്ട് ശരിപ്പെടുത്തി കളയാന്ന് വെച്ചാൽ എങ്ങനെ നോക്കുന്നത്? മര്യാദയാണോ? പരാതിക്കാരി കാണാൻ വന്നപ്പോൾ സുനിൽ കുമാർ എന്നൊരാൾ ഒപ്പമുണ്ടായിരുന്നോ എന്ന് പോലീസ് ചോദിച്ചു. തന്നെ കുടുക്കാൻ സാക്ഷിമൊഴികൾ ഉണ്ടാക്കുകയാണ് പിണറായി വിജയനെന്നും പി.സി. ജോർജ് ആരോപിച്ചു. ചോദിക്കുക, എസ് പി ഉൾപ്പെടെ ചോദ്യമാണ്. അവർ 13 ഓഫീസർമാരെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സരിത മുറി വന്നു. ഞാൻ പറയും വന്നല്ലോ, ഞാൻ വിളിച്ചിട്ട് തന്നെ അവൾ എന്നെ വിളിച്ചു, ഞാനും വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സുനിൽ കുമാർ ആലപ്പുഴ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ അവനെ ഈ സുനിൽ കുമാർ എനിക്ക് അറിയത്തില്ലല്ലോ. അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റൂ. എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മൊബൈലിനകത്ത് അവിടെ ഫോട്ടോ കാണിച്ചു. ഇയാളെ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ട് പോലും ഇല്ല, കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാനും ആർക്കും കഴിയില്ല എന്നത്. അപ്പോൾ അവരത് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ ശരിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സരിതയുടെ കേസ് FIR എടുത്ത് നോക്കിയപ്പം അതിനകത്ത് സരിത പറഞ്ഞിരിക്കുന്നത് എൻ്റെ കൂടെ മുറിയിൽ സുനിൽകുമാർ തൊടുപുഴയുണ്ടായിരുന്നു. സുനിൽകുമാർ തൊടുപുഴയാണ്, ആലപ്പുഴ തൊടുപുഴയായി. പുഴയെന്ന ഒന്ന് ആലപ്പുഴയും മറ്റേ തൊടുപുഴയായി. എന്ത് ന്യായമുണ്ട്? അതായത് മനസ്സിലായില്ലേ, മനഃപൂർവ്വം ഒരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യാണ് പിണറായി വിജയൻ. എന്നെ കൊടുക്കാൻ ഇവൻ്റെ സാക്ഷി മൊഴി പറഞ്ഞാൽ പോലെ, എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ പോലെ ഇത് ശരിയാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. എൻ്റെ കൂടത്തുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ട് പോലില്ല, എൻ്റെ മുറിയിലില്ല, എൻ്റെ പാർട്ടിക്കാരനല്ല, ഒരു ബന്ധമില്ല, തെളിയിക്കട്ടെ. പി.സി. ജോർജിനെതിരെ ഉയർന്ന പീഡന ആരോപണവും അറസ്റ്റും മണിക്കൂറുകൾക്കകമുള്ള ജാമ്യവും രാഷ്ട്രീയ നാടകമെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജോർജിന് ജാമ്യം നൽകിയ മജിസ്ട്രേറ്റ് വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം. തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിക്കെതിരെ നഷ്ടപരിഹാര കേസ് നൽകാനാണ് പി.സി. ജോർജിന്റെ തീരുമാനം. പി.സി. ജോർജിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഇല്ലാത്തതും ശ്രദ്ധേയമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഉടൻ തന്നെ പി.സി. ജോർജ് വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഒരു കാലഘട്ടത്തിൽ ചർച്ച ചെയ്ത പേര് വീണ്ടും സജീവമാക്കുകയാണോ പി.സി. ജോർജ്? പി.സി. ജോർജ് എന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന നീക്കങ്ങളാണ് ഇന്നലെ ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം പി.സി. ജോർജ് ഗൂഢാലോചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നു. തുടർന്ന് പെട്ടെന്നൊരു കേസുണ്ടാകുന്നു. അപ്പോൾ തന്നെ ആ കേസിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന വാദം പി.സി. ജോർജ് ഉന്നയിക്കുന്നു. പിന്നീട് പോലീസിന്റെ നീക്കങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, അതിന് ഏറ്റവും ഒടുവിൽ റിമാൻഡ് ചെയ്യപ്പെടുമെന്ന് കരുതിയ ഒരു കേസിൽ ജാമ്യം നേടി പുറത്തു വരാൻ പി.സി. ജോർജ് ഇന്നലെ കഴിഞ്ഞു എന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വലിയ രാഷ്ട്രീയ നേട്ടമായി തന്നെ അത് മാറുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, പി.സി. ജോർജിന് പതിവ് പിന്തുണ നൽകാനുള്ള BJP കേന്ദ്രങ്ങളൊന്നും ഇന്നലെ പി.സി. ജോർജിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്തുണയ്ക്കാൻ അത്ര വലിയ താല്പര്യം കാട്ടിയില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ ഒരു പ്രസ്താവന ഇറക്കിയതൊഴിച്ചാൽ ആ കാര്യത്തിൽ കാര്യമായൊരു ചലനം ഉണ്ടായില്ല. അതേസമയം UDF കേന്ദ്രങ്ങളാവട്ടെ ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് നീങ്ങിയത്. കാരണം പി.സി. ജോർജ് തങ്ങളുടെ രാഷ്ട്രീയ
എതിർപ്പുള്ള വ്യക്തിയാണെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കുന്നതിന് പിന്നിൽ സർക്കാർ വാർത്തകളെ വഴിതിരിച്ചുവിടാനുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം കേസെടുത്തു എന്നതായിരുന്നു UDF കേന്ദ്രങ്ങളുടെ നിലപാട്. എന്തായാലും PC ജോർജ് ഇന്നലെ അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം സർക്കാരിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബവും നടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകളിൽ വൻകിട ബന്ധങ്ങളുണ്ട്, ചില അമേരിക്കൻ ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇത് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ പരാതിയായി കൈമാറുമെന്നാണ് PC ജോർജ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണ നീക്കവുമായി വീണ്ടും വരുമോ, അവിടെ BJPയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ആരോപിക്കപ്പെടുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ വിജയമാണ് ഇന്നലത്തെ നീക്കം എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ സജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇത് CPIM-ഉം അതോടൊപ്പം തന്നെ BJPയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ PC ജോർജ് അവമതിപ്പുള്ള ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം PC ജോർജിന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തെ ഏറ്റെടുക്കുക, അതോടൊപ്പം തന്നെ PC ജോർജിന്റെ ആവശ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ, അതായത് മുഖ്യമന്ത്രിയുടെ വിദേശ ബന്ധങ്ങൾ, മുഖ്യമന്ത്രിയുടെ ബെനാമിയായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കേണ്ടി വരുമെന്ന PC ജോർജിന്റെ പ്രതികരണത്തിന് കൃത്യമായ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എങ്കിൽ അത് രാഷ്ട്രീയമായി എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും സജിത്ത്? വാദങ്ങൾ അതേപടി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഏറ്റെടുക്കാൻ ഇടയില്ല. പക്ഷേ സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരുന്നയിക്കുന്ന പരാതിയായാലും വിവാദങ്ങളായാലും ആരോപണങ്ങളായാലും അത് പ്രതിപക്ഷത്തിന് മുന്നിൽ ആയുധമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. PC ജോർജിനെ നേരിട്ട് ഏറ്റെടുക്കില്ലെങ്കിൽ കൂടിയും PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ പരോക്ഷമായെങ്കിലും ഏറ്റെടുക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പ്രത്യേകിച്ച് മുഖ്യ പ്രതിപക്ഷമൊക്കെ സജിത്തിലേക്ക് വരാം.